ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐം ഷന്ന. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ആയിട്ട് ടുലിപ്സ്. അപ്പോൾ എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടമായിരിക്കും എന്നൊക്കെ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റീസെൻ്റായിട്ട് മീഷോന്ന് കുറച്ച് ആർട്ടിഫിഷ്യൽ ടുലിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് പ്ലസ് റിവ്യൂ ആണ് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ചാനലിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടനോടെ എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ പ്രൈസ് എത്രയെന്ന് പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ. കാരണം അതായിരിക്കില്ല നമുക്കറിയാം കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി ഉണ്ടാവുക. അപ്പോൾ ഇതിന് 280 രൂപയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് 5 പീസിന്. പിന്നെ മീഷോ ആണല്ലോ, ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് കേട്ടോ. ഞാൻ യെല്ലോ കളറായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ യെല്ലോ കളറിലുള്ള ടുലിപ്സ് വാങ്ങിക്കണോ വേണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന 10 പീസ് വേറെ ഉണ്ട് വൈറ്റ് കളറിലുള്ളത്. എനിക്ക് വൈറ്റ് കളറിലുള്ള ടുലിപ്സിനോട് ഒന്നും കൂടി ഇഷ്ടം കൂടുതൽ. പക്ഷേ ഈ യെല്ലോ കളർ ഞാൻ ഒരുപാട് പേരുടെ ടെസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇത് വാങ്ങിക്കണോ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് വാങ്ങിച്ചേക്കാം. ഇതൊക്കെയല്ലേ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അപ്പോൾ ഇതിനൊക്കെയല്ലേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഞാൻ ലണ്ടനിലായ സമയത്തായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ടുലിപ്സ് ശരിക്കും കാണുന്നതും തൊടുന്നതും സ്മെല്ല് ചെയ്യുന്നതൊക്കെ. അവിടെ ലണ്ടനിൽ ടെസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകളുണ്ട് കേട്ടോ അധികം. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അധികം അവിടെ പോകും. അപ്പോൾ ഇങ്ങനെ കാണാൻ പല നിറത്തിലുള്ള ടുലിപ്പ് ഫ്ലവേഴ്സ് ഇങ്ങനെ ബൊക്കെയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അന്തം വിട്ട് കുന്തമൊഴുകി ഇങ്ങനെ നോക്കിക്കും. പിന്നെ കുറേ ഇംഗ്ലീഷ് പയ്യന്മാരൊക്കെ കാണാൻ ഇങ്ങനെ ബൊക്കെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ വായ നോക്കിയോണ്ട് നിൽക്കും അവരെ. പിന്നെ അവിടെ ലണ്ടനിൽ ഓരോ വീടിന് മുമ്പിലൊക്കെ കാണായിരുന്നു ടുലിപ്പ് ഫ്ലവേഴ്സൊക്കെ. അത് കാണുമ്പോൾ പറിക്കാനൊക്കെ തുറയൊക്കെ വരുള്ളൂ. പക്ഷേ പിന്നെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് സ്കോട്ട്ലാൻഡ് പോയപ്പോഴായിരുന്നു. പക്ഷേ ഞങ്ങൾ സ്കോട്ട്ലാൻഡ് 3 ഡേയ്സ് ആയിരുന്നു നാട്ടിൽ. അതായത് ലണ്ടനിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ആ ഫ്ലവർ ആകെ വാടിപ്പോയി. ഞാൻ ഫ്ലവർ പ്രസ്സും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. എനിക്കത് എപ്പോഴും ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് പറിച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അത് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതിൽ ഭയങ്കര സങ്കടം ഉണ്ട് എപ്പോഴും. അപ്പോൾ ഇനി നമ്മുടെ ഈ യെല്ലോ ടുലിപ്സിനെ കുറിച്ചിട്ട് പറയാം കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ പ്രൈസിന് വേർത്തായിട്ട് തന്നെ ആയിട്ടൊക്കെ തോന്നിയത്. കാരണം ഞങ്ങളുടെ അടുത്ത് 2 ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ റേറ്റ് ചോദിച്ചപ്പോഴേ ഒരു പീസിന് 80 രൂപ അവർ പറഞ്ഞു. ഇത് ഒരു പീസിന് 56 ആ ഒരു റേഞ്ചിലാണല്ലോ വരുന്നത്. അപ്പോൾ എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി. പിന്നെ ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിട്ടോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ ഡെസ്കിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാലേക്ക് പൊതുവേ മിനിമലായിട്ടുള്ള ഡെസ്കിനോട് താല്പര്യം. അപ്പോൾ ഞാൻ ഇതുവരെ വൈറ്റ് ടുലിപ്സ് മാത്രമേ എൻ്റെ ഡെസ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യെല്ലോ കൂടെ വെച്ചപ്പോൾ എൻ്റെ ഡെസ്ക് കുറച്ച് കളർഫുൾ ആയ പോലെ ഇങ്ങനെ തോന്നുക. എനിക്ക് പൊതുവേ കളർഫുൾ ആയിട്ടുള്ള ഡെസ്കിനോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ. കാരണം അത് പിള്ളേരുടെ വൈബില്ല. ഞാൻ കുറച്ചുകൂടെ വലിയ കുട്ടിയല്ല. അപ്പോൾ എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് വൈബ് തന്നെ വേണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ മൈൻഡിലുള്ള മിനിമൽ എസ്തെറ്റിക്സിൽ യെല്ലോ ടുലിപ്സ് കൊണ്ടുവരാതോ. അപ്പോൾ അത് നമുക്ക് വഴി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാനൊരു വൈറ്റ് ടുലിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ ആമസോണിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ യെല്ലോ ടുലിപ്സിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കോഡ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ലിങ്ക് തരാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.